വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. അപ്പോൾ എൻ്റെ പേര് രനീഷ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണൊക്കെ വരില്ലേ, അപ്പം എന്തായാലും മിക്കവരും പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് പാർലറിൽ പോയി തന്നെ അല്ലാതെ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയുള്ള ഒരു ഫേഷ്യലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ വീഡിയോ അതായത് ഈ ഫേഷ്യൽ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും ആ ഫേഷ്യൽ കഴിഞ്ഞിട്ട് ശരിക്കും എൻ്റെ സ്കിന്ന് നല്ല എന്താ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യണതിന് മുന്നേ എൻ്റെ സ്കിൻ വളരെ ഡള്ളായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നല്ല എന്താ പറയുക ക്ലിയർ ആയിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലൊന്നും വേറെ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഞാനിവിടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലെൻസിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ഉണ്ടെങ്കിൽ മിൽക്ക് വെച്ചിട്ട് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് മിൽക്കും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ ബിസ്ലറി വാട്ടറും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അപ്പോൾ ഞാനിവിടെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് സ്ക്രബായിട്ട്. അപ്പോൾ സ്ക്രബിന് ഓട്സിൻ്റെ കൂടെ റോസ് വാട്ടറാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്സ് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അധികം അലിയാൻ പാടില്ല. ഒരു മീഡിയം ഇതിൽ നമ്മൾ അപ്പം തന്നെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് നന്നായിട്ട് അലിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രബ് എഫക്റ്റ് ഉണ്ടാവില്ല. അത് സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നത് നമ്മൾ മൂക്കിൻ്റെ രണ്ട് സൈഡ്, അതുപോലെ മൂക്കിൻ്റെ മുകളിൽ, ചുണ്ടിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ച് കളയാം. അതിലേക്ക് മുഖം കഴുകാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഞാൻ തയ്യാറാക്കിയത് ബീട്രൂട്ട് ജ്യൂസ് വെച്ചിട്ടാണ് ഉള്ള പാക്കാണ്. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസും അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ തേൻ, പിന്നെ തൈര്. അപ്പോൾ ഈ നല്ല കട്ടത്തൈരാവുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫേസിൽ അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിന് മസാജ് കൊടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ട് സൈഡിൽ കവിളിൻ്റെ രണ്ട് സൈഡും നമ്മൾ ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്യുക. അതിനുശേഷം മൂക്കിൻ്റെ രണ്ട് സൈഡ്, അതുപോലെ തന്നെ നെറ്റിയുടെ ഇവിടെ നിന്ന് നെറ്റിയുടെ എന്താ പറയുക ഈ സൈഡിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യാം. അതുപോലെ നെറ്റിയിൽ സിക്സ് ആക്കായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഐബ്രോസ് നന്നായി മസാജ് ചെയ്യുക. അതുപോലെ ജോ ലൈൻ നന്നായി മസാജ് ചെയ്യാം. അതുപോലെ നെക്കും നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഇതിലെ വീഡിയോയിൽ സ്പീഡ് കണ്ടിട്ട് നിങ്ങൾ അത്ര സ്പീഡിലൊന്നും ചെയ്യേണ്ട. ഞാൻ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര സ്പീഡ് കൂട്ടിയതാട്ടോ. വളരെ ജെൻ്റലിയാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. കണ്ണിന് ചുറ്റും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസും അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യുക. പിന്നെ കണ്ണിൻ്റെ ഇവിടുത്തെ ചുളികളൊക്കെ വരാതിരിക്കാൻ അങ്ങനെ മേലേക്ക് മസാജ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊരു 5-10 മിനിറ്റ് മസാജ് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിന് ശരിക്കും നല്ലൊരു പ്രത്യേക ഫീലാണ്, ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പാക്കാണ്. അതിൽ ഉള്ളത് തൈരും അരിപ്പൊടിയാണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പാക്കായിട്ട് ഇട്ടിട്ട് ഇത് വലിയതിന് മുന്നേ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മുടെ എന്താ പറയുക ഫേഷ്യൽ. ഡയമണ്ട് ഫേഷ്യൽ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്ക് ഡയമണ്ട് ഫേഷ്യലിൻ്റെ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത്
വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അത് ഒന്ന് കഴുകി തുടച്ചിട്ട് ടോണർ അപ്ലൈ ചെയ്യാണ്. നമ്മൾ എന്ത് പാക്കുകൾ ഫേസിലിട്ടാലും നമ്മൾ ഫേസ് വാഷ് ചെയ്ത ശേഷം നമ്മൾ എന്തായാലും ഒരു ടോണർ അപ്ലൈ ചെയ്ത ശേഷം മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ കാര്യം മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് അപ്ലൈ ചെയ്തത്. അതിനുശേഷം അതൊന്ന് വലിഞ്ഞപ്പോൾ മോയ്സ്ചറൈസർ മാമർത്തിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്തിരി സ്പീഡാക്കിയതുകൊണ്ടാട്ടോ ഒന്നും സ്പീഡായി പോയത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും സമയമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ ഓണൊക്കെ അടിച്ച് പൊളിക്കണ്ടേ. അപ്പോൾ എന്തായാലും അപ്പോൾ എന്താ പറയുക, മേക്കപ്പിന് നമ്മളൊന്നും കുറവ് വരുത്തൊന്നും വേണ്ട. അതായത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതിനൊന്നും കുറവ് വരുത്തണ്ട. അപ്പോൾ എല്ലാവരും ഓണൊക്കെ അടിച്ച് പൊളിക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഓണൊക്കെ നന്നായി അടിച്ചു പൊളിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.